നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ സൗജന്യ യാത്രയുമായി ദോഹ മെട്രോ. കുവൈറ്റിൽ അറബിക് സ്കൂളുകൾ തുറന്നു. ദുബായിൽ 2 പുതിയ പാലങ്ങൾ തുറന്നു. ബദാം കൃഷിയെക്കുറിച്ച് ബോധവൽക്കരണവുമായി കാർഷിക മന്ത്രാലയം. കള്ളക്കടത്ത് ശ്രമം തകർത്ത് ദുബായ് കസ്റ്റംസ്, പ്രതികൾ അറസ്റ്റിൽ. ജിദ്ദയിൽ നിന്നും റോഡിലൂടെ പറന്ന് വിമാനം, അകമ്പടിയായി വൻ ജനാവലി, സൗദിയ വിമാനയാത്ര വൈറൽ. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ UAE IMCC അനുശോചനം രേഖപ്പെടുത്തി. ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ സൗജന്യ യാത്രയുമായി ദോഹ മെട്രോ. യാത്രക്കാർക്ക് പുതിയ ഓഫറുമായി ദോഹ മെട്രോ. മെട്രോയിൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ സൗജന്യ യാത്രയാണ് ദോഹ മെട്രോ നൽകുന്നത്. ഇന്നു മുതൽ ഡിസംബർ 15 വരെ ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ സൗജന്യ യാത്ര ലഭിക്കുക. സ്റ്റാൻഡേർഡ്, ഗോൾഡ് കാർഡുകൾക്ക് ഓഫർ ബാധകമാണ്. എന്നാൽ പ്രതിമാസ കാർഡുകൾക്ക് ഈ സൗജന്യ യാത്ര ലഭിക്കില്ല. ഖത്തർ റെയിലിനു കീഴിലുള്ള ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലും ഈ ഓഫർ ഉപയോഗപ്പെടുത്താം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. കുവൈറ്റിൽ അറബിക് സ്കൂളുകൾ തുറന്നു. കുവൈറ്റിൽ അറബിക് സ്കൂളുകളിൽ 2023-24 അക്കാദമിക് വർഷത്തിന് ഇന്നു മുതൽ തുടക്കമായി. 5 ലക്ഷം വിദ്യാർത്ഥിനികളാണ് ഇന്നു മുതൽ സ്കൂളുകളിലേക്ക് മടങ്ങുന്നത്. സർക്കാർ സ്കൂളുകളിൽ 4,19,208, സ്വകാര്യ അറബ് സ്കൂളുകളിൽ 85,351 ഉൾപ്പെടെ 5,04,559 വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറികളിലേക്ക് മടങ്ങിയെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈറ്റ്. ദുബായിൽ 2 പുതിയ പാലങ്ങൾ തുറന്നു. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA ദുബായിൽ 2 പുതിയ പാലങ്ങൾ തുറന്നു. ഖാൻ അൽ സബ്ഖ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഇന്റർസെക്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായാണിത്. ഈ പദ്ധതി യാത്രാസമയം 70% വരെ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RTA ചെയർമാൻ മത്താർ അൽ തായർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ബദാം കൃഷിയെക്കുറിച്ച് ബോധവൽക്കരണവുമായി കാർഷിക മന്ത്രാലയം. പൗരന്മാരെയും താമസക്കാരെയും ഖത്തീഫ് ബദാം കൃഷിയെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി പരിസ്ഥിതി, ജല, കാർഷിക മന്ത്രാലയം ഖത്തീഫ് ബദാം പരിപാടി ആരംഭിച്ചു. കിഴക്കൻ മേഖലയിലെ അറേബ്യൻ ഗൾഫ് തീരത്തെ ഫാമുകൾ ബദാം മരങ്ങൾ നട്ടുവളർത്താൻ അനുയോജ്യമാണ്. അവയ്ക്ക് ഗണ്യമായ വിളവ് ലഭിക്കുന്നതിന് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഖത്തീഫ്. കള്ളക്കടത്ത് ശ്രമം തകർത്ത് ദുബായ് കസ്റ്റംസ്, പ്രതികൾ അറസ്റ്റിൽ. പുതിയ രീതിയിലുള്ള ലഹരിക്കടത്ത് ശ്രമം തകർത്ത് ദുബായ് കസ്റ്റംസ്, പ്രതികളെ അറസ്റ്റ് ചെയ്തു. 13 കള്ളക്കടത്ത് ശ്രമങ്ങൾ തടഞ്ഞ് ആകെ 54 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയതായി അധികൃതർ പറഞ്ഞു. നിരോധിത പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നതിലും കള്ളക്കടത്ത് ശ്രമങ്ങളെ ചെറുക്കുന്നതിലും പ്രാദേശികമായും ആഗോളതലത്തിലും ദുബായ് കസ്റ്റംസ് അവരുടെ വിപുലമായ കഴിവുകൾ പ്രകടമാക്കുന്നതിന്റെ തെളിവാണ് അത്യാധുനിക കഞ്ചാവ് കടത്ത് വിജയകരമായി കണ്ടെത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ജിദ്ദയിൽ നിന്നും റോഡിലൂടെ പറന്ന് വിമാനം, അകമ്പടിയായി വൻ ജനാവലി, സൗദിയ വിമാനയാത്ര വൈറൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗദിയിലെ സമൂഹ മാധ്യമത്തിൽ വൈറലാണ് ജിദ്ദയിൽ നിന്നും റോഡ് മാർഗം സൗദിയ വിമാനത്തിന്റെ യാത്ര. ജിദ്ദയിൽ നിന്നും തുടങ്ങിയ വിമാനയാത്ര ഉൾനാടുകളിലൂടെയെല്ലാം കയറിയിറങ്ങി റിയാദ് സീസണിന്റെ ഭാഗമായ ബുളിവാർഡ് റൺവേ ഏരിയയിൽ എത്തും. ഇവിടെ റെസ്റ്റോറന്റുകളും വ്യാപാര കേന്ദ്രങ്ങളുമാക്കി പ്രവർത്തിപ്പിക്കാനും ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കാനുമാണ് പഴയ സൗദിയ വിമാനങ്ങൾ എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ UAE IMCC അനുശോചനം രേഖപ്പെടുത്തി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി UAE IMCC നാഷണൽ കമ്മിറ്റി അറിയിച്ചു. CPMനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമുണ്ടായ തീരാനഷ്ടത്തിൽ UAE IMCC അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, UAE. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.